കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഇന്ന് വളരെ ഗുരുവായൂരപ്പനെ, അതായത് ഗുരുവായൂർ അമ്പലത്തിലെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ ഒരു ദിവസമാണ്. കാരണം രണ്ട് മേൽശാന്തിമാർ, ഇന്നത്തെ ഇതുവരെയുള്ള മേൽശാന്തി നമ്മുടെ പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയും, അതുപോലെ പുതിയ മേൽശാന്തിയായി നാളെ മുതൽ ഏപ്രിൽ 1 മുതൽ വരുന്ന കവപ്രമാരാത്ത് ശ്രീ അച്യുതൻ നമ്പൂതിരി മേൽശാന്തിയും ആയുള്ള വികാര നിർഭരമായ രംഗങ്ങളാണ് ഇന്ന് ആ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ ശ്രീകോവിലിന് മുന്നിൽ അരങ്ങേറുക. ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഈ ഊഴത്തിലെ 6 മാസക്കാലം ആ മേൽശാന്തി മാറ്റം ചടങ്ങ് മാർച്ച് 31 ഇന്നാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ്, എല്ലാവർക്കും അത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ അതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ആ മേൽശാന്തി മാറ്റം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദീപാരാധനയ്ക്ക് ശേഷം ഇപ്പോഴുള്ള മേൽശാന്തിയുടെ കയ്യിലുള്ള ഷീട്ട് പ്രകാരം അധികൃതർ മുഖാന്തരം പുതിയ മേൽശാന്തി ഏറ്റുവാങ്ങും. അതായത് അവിടെയുള്ള സ്വർണ്ണപാത്രങ്ങൾ, വെള്ളിപ്പാത്രങ്ങൾ, എല്ലാ അമ്പലത്തിനുള്ളിലെ, അതായത് ശ്രീകോവിലിനുള്ളിലെ എല്ലാ കണക്കുകളും വളരെ കൃത്യമായിട്ട് ഓരോ 6 മാസം കൂടുമ്പോഴും കൊടുക്കുന്നതാണ്. 6 മാസം മാത്രമല്ല, പക്ഷെ മേൽശാന്തിക്കാണ് പരിപൂർണ ഉത്തരവാദിത്യം ആ ശ്രീകോവിലിൻ്റെ ഉള്ളിലെ എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ അത് തിരിച്ച് മറ്റു ഒരു മേൽശാന്തിക്ക് കൊടുക്കുന്ന ആ ഒരു ചടങ്ങാണ് ഇന്ന് ദീപാരാധനയ്ക്ക് ശേഷം ഉണ്ടാവുക. അത് ഏകദേശം 1 മണിക്കൂർ സമയം ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് ഭക്തന്മാർക്കും അത് ദർശിക്കാൻ കഴിയും. കാരണം അകത്തേക്ക് പ്രവേശിക്കാം. ആ സമയങ്ങളിൽ ഗുരുവായൂരപ്പനെ ദർശിക്കാനും പറ്റുന്ന അവസരമാണ് ആ സമയം. അത് കഴിഞ്ഞ പിന്നീട് അത്താഴ പൂജയാണ്. അത്താഴ പൂജ കഴിഞ്ഞതിന് ശേഷം അത്താഴ ശീവേലിയാണ്. ആ ശീവേലി കുറേ നേരം ഉണ്ടാവും, അതായത് 9:30-10 മണിയൊക്കെ ആവും. അതിന് ആ സമയത്ത് ക്ഷേത്രം തന്ത്രി, ക്ഷേത്രം ഊരാളൻ, ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ, അതുപോലെ ഉദ്യോഗസ്ഥർ, അങ്ങനെ എല്ലാവരും മുഖാന്തിരം പുതിയ മേൽശാന്തി, പഴയ മേൽശാന്തി, അതായത് ഇന്ന് കൂടിയുള്ള മേൽശാന്തി അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്ന, അതായത് മേൽശാന്തി ആയിട്ട് ചുമതലയേൽക്കുമ്പോൾ കിട്ടുന്ന ഒരു വെള്ളിക്കുടവും അദ്ദേഹത്തിൻ്റെ അടയാള ചിഹ്നമായ താക്കോൽ കൂട്ടവും ഇന്നിപ്പോൾ ആ സമയത്ത് അവിടുന്ന് ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ നിന്ന് കൊണ്ടുവരും. വെള്ളിക്കുടവും അടയാളമായ ആ ഒരു താക്കോൽ കൂട്ടവും ഇന്നിപ്പോൾ ഇതുവരെയുള്ള മേൽശാന്തിയായ ശ്രീജിത്ത് നമ്പൂതിരി ആ വെള്ളിക്കുടം ഗുരുവായൂരപ്പൻ്റെ അടുത്തുനിന്ന് എടുത്തു വന്ന്, അതായത് ശ്രീലകത്തുനിന്ന് എടുത്തു വന്ന് ഇവരുടെ എല്ലാ സാന്നിധ്യത്തിൽ നാലമ്പലത്തിനകത്ത് ഒരു പ്രദക്ഷിണം വയ്ക്കും. അത് ഏറ്റവും വികാര നിർഭരമായ ഒരു ചടങ്ങാണ്. കാരണം ഈ 6 മാസക്കാലം സ്വന്തം മകനെ പോലെ രാവിലെ എഴുന്നേൽപ്പിക്കുന്നു, കുളിപ്പിക്കുന്നു, എന്താ പറയുക, എല്ലാ കാര്യങ്ങളും അഭിഷേകങ്ങളെല്ലാം ചെയ്യും. എല്ലാം ചെയ്ത് 6 മാസം സ്വന്തം മകനെ പോലെ, ഈ പറഞ്ഞ പോലെ കുറൂരമ്മ അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും ചെയ്യുന്ന പോലെ. ഇത് ഏറ്റവും പ്രാധാന്യം എന്താ വെച്ചാൽ ഇത് ആ വിഗ്രഹത്തിൻ്റെ പ്രാധാന്യമാണ്. കാരണം ബ്രഹ്മദേവൻ പൂജിച്ചിരുന്ന, കൃഷ്ണൻ പൂജിച്ചിരുന്ന ആ വിഗ്രഹമാണ്. ആ വിഗ്രഹം പൂജിക്കാൻ, അത് തൊട്ട് തലോടാൻ ഒരു സൗഭാഗ്യം കിട്ടുന്ന ആ മേൽശാന്തിമാർ, അതിന് എത്ര കണ്ട് അതിൻ്റെ പുണ്യം എന്ന് പറയാൻ നമുക്ക് വാക്കുകൾ കിട്ടില്ല. കാരണം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു ദിവസങ്ങളായിരിക്കും ഈ 6 മാസക്കാലവും. അപ്പോൾ ആ പഴയ മേൽശാന്തി, അതായത് ഇന്ന് കഴിഞ്ഞാൽ പഴയ മേൽശാന്തി ആകുന്ന ശ്രീജിത്ത് നമ്പൂതിരിയും, ഇന്ന് കഴിഞ്ഞാൽ പുതിയ മേൽശാന്തി ആവുന്ന നമ്മുടെ അച്യുതൻ നമ്പൂതിരിയും
അതായത് രണ്ട് പേർക്കും രണ്ട് തരത്തിലുള്ള ചിന്തകളാവും ഉണ്ടാവുക. അത് നമുക്ക് വിശകലനം ചെയ്യുകയാണെങ്കിൽ, ഇന്ന് ഇതുവരെ ഞാൻ എൻ്റെ മകനെ പോലെ സ്നേഹിച്ചു, അതായത് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത ഞാൻ നാളെ മുതൽ ആ മകനെ, അതായത് മേൽശാന്തി എന്ന് പറഞ്ഞ് അകത്ത് കയറാൻ പറ്റാത്ത ആവുമല്ലോ. അങ്ങനത്തെ ഒരു വിഷമം തന്നെ ഉണ്ടാവുള്ളൂ. കാരണം ആർക്കും മേൽശാന്തി പദം വിട്ടു പോകുമ്പോൾ സന്തോഷം ഒരിക്കലും ഉണ്ടാവില്ല. അതും ഗുരുവായൂരപ്പൻ്റെ ആ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പോകുമ്പോൾ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ശ്രീജിത്ത് നമ്പൂതിരിക്കും. അതിനേക്കാളേറെ, അതായത് അത്യന്തികം സന്തോഷത്തോടെ ഞാൻ നാളെ മുതൽ ആ ഗുരുവായൂരപ്പൻ്റെ ചിട്ടവട്ടങ്ങളെല്ലാം, അതായത് രാവിലെ മുതൽ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്തു എല്ലാം ചെയ്യുന്ന അതിന് എനിക്ക് ശക്തി നൽകണേ എന്ന് അച്യുതൻ നമ്പൂതിരിയും, ഇനി അത് 6 മാസക്കാലം എനിക്ക് തുടർന്ന് ചെയ്യാൻ കഴിയണേ എന്നൊക്കെ അച്യുതൻ നമ്പൂതിരി വളരെ വിനയാന്വിതനായിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കും. അതുപോലെ വിട പറഞ്ഞു പോകുന്ന മേൽശാന്തി ആവട്ടെ, ഇനി 2 വർഷക്കാലം കഴിഞ്ഞാലാണ് തിരിച്ച് വീണ്ടും മേൽശാന്തി നിയമനത്തിന് അപേക്ഷിക്കാൻ കഴിയൂ. അപ്പോൾ അതുവരെയും ആ ഒരു വിഷമത്തോടു കൂടിയാണ്. ഇനി അടുത്ത പ്രാവശ്യം കിട്ടുന്നത് വരെ, കിട്ടണമെങ്കിൽ ഇത്രയും ആളുകളുടെ പ്രഗത്ഭന്മാരുടെ കയ്യിൽ നിന്ന് അതെല്ലാം കഴിഞ്ഞ് കിട്ടി ഗുരുവായൂരപ്പൻ്റെ ആ ഒരു സ്വതസിദ്ധമായ ആ ഒരു ഗുരുവായൂരപ്പൻ തന്നെ നറുക്കെടുക്കുന്ന പോലെ, ഗുരുവായൂരപ്പൻ തന്നെ കാണിച്ചു കൊടുക്കുന്ന പോലെ ആ മേൽശാന്തി നറുക്കെടുപ്പ് കഴിഞ്ഞ് ആ പേര് വീണാൽ മാത്രമാണല്ലോ മേൽശാന്തി ആവുള്ളൂ. അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രാർത്ഥനയിലായിരിക്കും ഇപ്പോൾ ഇന്ന് പടിയിറങ്ങുന്ന മേൽശാന്തി ചെയ്യുക. പുതിയ മേൽശാന്തി ഇനി വരുന്ന ഈ 6 മാസക്കാലം ആ ഗുരുവായൂരപ്പൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും കൃത്യമായി പാലിക്കാൻ കഴിയണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയിലും ആയിരിക്കും. ഇന്നത്തെ ആ പഴയ മേൽശാന്തി, അങ്ങനെ തന്നെ പറയാം, ഇന്നുകൂടിയുള്ള മേൽശാന്തി മണ്ഡപത്തിൽ കയറിയിട്ട് 3 നമസ്കാരം ചെയ്ത് വെള്ളിക്കുടത്തിൽ നിന്ന് താക്കോൽക്കൂട്ടം എടുത്ത് വെച്ച് വീണ്ടും 3 നമസ്കാരം ചെയ്യും. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി ആ താക്കോലും അതേമാതിരി വെള്ളിക്കുംഭവും ഏറ്റുവാങ്ങി പുതിയ മേൽശാന്തിക്ക് കൊടുക്കും. പിന്നീട് വീണ്ടും നമസ്കരിക്കും. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് കൊണ്ടുവയ്ക്കും പുതിയ മേൽശാന്തി. ഇന്നത്തെ മേൽശാന്തിയുടെ ഈ 6 മാസത്തെ ഊഴത്തിലെ അവസാനത്തെ പൂജ എന്ന് പറഞ്ഞാൽ തൃപ്പുകയാണ്. അത്താഴ പൂജ കഴിഞ്ഞ്, അത്താഴ ശീവേലി കഴിഞ്ഞ് ഭഗവാനെ ആ പള്ളി ഉറക്കുന്ന ആ തൃപ്പുക ആണ്. ആ തൃപ്പുക കഴിഞ്ഞാലാണ് ഇന്നത്തെ മേൽശാന്തിയുടെ കടമ പൂർത്തിയാവുക. അതായത് അദ്ദേഹത്തിന് ഏൽപ്പിച്ച 6 മാസക്കാലത്തെ ഉത്തരവാദിത്തം ഇന്നത്തെ തൃപ്പുകയോടെയാണ് പൂർത്തിയാവുക. അതിനുശേഷം നാളെ 2:30 പുലർച്ചെ 2:30 രുദ്രതീർത്ഥത്തിൽ കുളിച്ചു വന്ന് പുതിയ മേൽശാന്തി വന്ന് വീണ്ടും ആ 3 മണിക്ക് 3 അടിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട തന്ത്രിയുടെ കൂടെ, അതായത് ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ചടങ്ങേറ്റ്, അതായത് ഉള്ളിൽ ശ്രീലകത്ത് വന്ന് പൂജയ്ക്കായിട്ട് നട തുറക്കുന്നതും മന്ത്രദീക്ഷ, അതായത് മന്ത്രങ്ങളെ പറ്റിയിട്ട് കൂടുതൽ അറിവ് മേൽശാന്തി ആവാൻ പോകുന്ന അച്യുതൻ നമ്പൂതിരിക്ക് പറഞ്ഞു കൊടുക്കുന്നതും ആ തന്ത്രി വര്യനാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പുതിയ മേൽശാന്തി ചെയ്യുക. അങ്ങനെ 6 മാസക്കാലം പുണ്യജന്മങ്ങൾക്ക് എത്ര മേൽശാന്തിമാർ വന്നു. പക്ഷെ നമുക്ക് ഓരോ മേൽശാന്തിമാർ വരുമ്പോഴും പോകുമ്പോഴും സങ്കടവും സന്തോഷവും നമുക്കും വരും. കാരണം അതുവരെ നമ്മൾ കണ്ട് മേൽശാന്തി, അതായത് അമ്മയുടെ സ്ഥാനത്ത് നമ്മളൊക്കെ പൂജിക്കുന്ന, അങ്ങനെ തന്നെ പറയാം, തൊഴുന്ന ആ മേൽശാന്തി മാറി പുതിയൊരു മേൽശാന്തി വീണ്ടും നാളെ വേറൊരാൾ വരുന്നു. അവർ നമ്മൾ ആ അമ്മയുടെ, ഗുരുവായൂരപ്പൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് തൊഴുന്നതും അവരെ നമ്മൾ അനുകരിക്കുന്നതും. അങ്ങനെ
ആ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മൾ കൊതിക്കുന്നതും. ഏത് മേൽശാന്തി ആയാലും നമ്മൾ അവരെ ഗുരുവായൂരപ്പൻ്റെ അമ്മയുടെ സ്ഥാനത്തും തന്ത്രിയെ ഗുരുവായൂരപ്പൻ്റെ പിതൃസ്ഥാനത്തുമാണ് നമ്മളെല്ലാവരും ഭക്തരെല്ലാവരും കൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും പ്രാധാന്യമുള്ള ചടങ്ങാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഗുരുവായൂർ ഓൺലൈനിൻ്റെ എല്ലാ ഭക്തന്മാരും മേൽശാന്തി പഴയ മേൽശാന്തിയെ നമ്മളെ ഹൃദയത്തിൽ നിന്ന് മാറ്റുന്നില്ല. അതുപോലെ പുതിയ മേൽശാന്തിക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം കൊടുത്ത് ആ പുതിയ മേൽശാന്തിക്കും പഴയ മേൽശാന്തിക്കും എല്ലാ അനുഗ്രഹാശിസ്സുകളും ഭഗവാൻ കണ്ണൻ ഗുരുവായൂരപ്പൻ നൽകട്ടെ എന്ന് ആശംസിക്കാം. ഇനി വീണ്ടും തുടർന്ന് 6 മാസക്കാലം എല്ലാ പൂജകളും വളരെ തന്മയത്വത്തോടുകൂടി നിറവേറ്റാൻ പുതിയ മേൽശാന്തിയായ കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിക്ക് കഴിയട്ടെ എന്നും ഇനിയുള്ള ഭാവി കാലം 2 വർഷമാവുന്നത് വരെയും ഭഗവത് തൃപ്പാദത്തിൽ നിൽക്കുന്നത് പോലെ തന്നെ നിൽക്കാൻ പഴയ മേൽശാന്തിക്ക് കഴിയട്ടെ എന്നുകൂടി നമുക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ആ പ്രാർത്ഥനയിൽ പങ്കുചേരുക. ഇനി നാളെ പുലർക്കാലത്ത് നമുക്ക് പുതിയ മേൽശാന്തിയിൽ നിന്ന് അനുഗ്രഹം വാങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.